എക്സാം എഴുതിയപ്പോഴത്തേനും എനിക്ക് വീണ്ടും റിസൾട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു, പക്ഷേ എനിക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചിരുന്നില്ല. പിന്നെ അപ്പോഴത്തേനും എനിക്ക് വിഷമമായിരുന്നു. എങ്കിലും എനിക്ക് മാതാവിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവിനൊരു സമയമുണ്ട്, ആ തക്ക സമയത്ത് മാതാവിനെ ഉയർത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിരാശ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ വീണ്ടും പത്രപ്രവർത്തനമൊക്കെ പരിശുദ്ധ പ്രവർത്തനമൊക്കെ അതേപോലെ തന്നെ അതേ ശക്തിയിൽ ആദ്യം ഉടമ്പടി എടുത്തിരുന്ന ആ ഒരു അതേ തീക്ഷ്ണതയോടുകൂടി തന്നെ ഞാൻ പത്രം വീണ്ടും കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഉടമ്പടി പുതുക്കുന്ന സെക്ഷനിലെ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ നീ ഇപ്രാവശ്യം പ്രാർത്ഥിച്ചോ, ഇപ്രാവശ്യം നീ പാസ്സാവും, മോളാണെങ്കിൽ ഇതിൻ്റെ കൂടെ വചനം കൂടെ എഴുതി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം എനിക്ക് മാതാവ് എന്നോട് വന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. വചനം പ്രാർത്ഥിച്ചു, ഇപ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് മാതാവായിട്ട് എനിക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹം എനിക്ക് ഇതോടൊപ്പം ലഭിച്ചത്, മാതാവിൻ്റെ രൂപം എനിക്ക് കൈകളിൽ ഏന്താനും എനിക്ക് സാധിച്ചു. അപ്പോഴത്തേനും എനിക്ക് വിശ്വാസം വന്നു, മാതാവിനെ ജർമ്മനിലേക്ക് കൊണ്ടുപോകും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. അപ്പം എക്സാം എഴുതാൻ പോയപ്പം ഞാൻ കാശുരൂപം കുത്തിയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ പൂശിയിട്ടും അതുപോലെ തന്നെ വെഞ്ചരിച്ച ഉപ്പ് അവിടെ എല്ലാം എക്സാം ഹോളിൽ വിതറിയിട്ടുമാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേനും എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങും വളരെ സ്മൂത്തായിട്ടാണ് നടന്നു പോയത്. എനിക്ക് വിസ കിട്ടി. അപ്പോൾ ഞാൻ ഈ മാസം 31-ാം തീയതി ജർമ്മനിയിലേക്ക് പോകുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയൊരു സാക്ഷ്യമാണ്. അപ്പം എനിക്ക് കാറിന് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് 2 വീലർ ഇച്ചിരി ടഫായിരുന്നു. എനിക്ക് എട്ടൊക്കെ എടുക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പേടിയായിരുന്നു. പക്ഷേ ടെസ്റ്റിന് എനിക്ക് വളരെ എളുപ്പമായിട്ട് എടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 2 വീലറിൻ്റെ റോഡും എനിക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബാലൻസ് തെറ്റിപ്പോയി. അപ്പോഴത്തേനും ഇത് കണ്ടുകൊണ്ടിരുന്ന ഓഫീസർ പറഞ്ഞു, മോളെ നീ ഇതിന് എലിജിബിൾ അല്ല, 2 വീലർ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷമായിരുന്നു എൻ്റെ കാറിൻ്റെ ടെസ്റ്റിന് ഞാൻ പോയത്, റോഡ് ടെസ്റ്റിന് ഞാൻ പോയത്. അപ്പോൾ അതിന് ഓഫീസർ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഓടിച്ച് പഠിച്ചോണം കേട്ടോ, മോള് പാസ്സായി, കുഴപ്പമൊന്നുമില്ല, ഓടിച്ച് പഠിച്ചാൽ മതി, മോള് പാസ്സായി എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തു പോരുന്നത് രോഗി സന്ദർശനം നടത്തുകയും അതുപോലെ തന്നെ എല്ലാ മാസവും അന്തേവാസികൾക്ക് പോയി പ്രായമായ ആൾക്കാർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമൊക്കെ കൊടുക്കുമായിരുന്നു. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.